എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയ ഒരു ഉച്ചഭക്ഷണം കേട്ടോ. അപ്പോൾ ചോറും ഇതൊന്നും അല്ലാതെ തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ചോറും കറി മീൻ ഫ്രൈയും ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, രാവിലത്തെ ഭക്ഷണം കിട്ടൊക്കെ ക്ലീൻ ചെയ്തു, അരി വെള്ളത്തിലിടും നാളേക്ക് വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് തുടങ്ങണത്. അപ്പോൾ ഞാൻ അരി കഴുകി എടുക്കുകയാണ് കേട്ടോ. ജീരകശാല റൈസാണ് കേട്ടോ കഴുകി എടുക്കുക. അതൊരു 1.5 ഗ്ലാസ് ഉണ്ടായിരുന്നു. ഇത് കുറച്ച് മുന്നേ വാങ്ങി വെച്ചതാണ്, മുട്ടച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കിയുള്ളതുകൊണ്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് അരി കഴുകി വെച്ചതിൻ്റെ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. തക്കാളി, പച്ചമുളക്, പിന്നെ സ്പൈസസൊക്കെ അങ്ങനെ അധികം ഉപയോഗമില്ലാത്ത കാരണം കൊണ്ടൊക്കെ ഒരാവശ്യത്തിന് വരുമ്പോൾ നോക്കുമ്പോൾ പൂത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്യുക. ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ അവിടെ അങ്ങനെ വെക്കും. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തക്കാളിയാണല്ലോ ഇതിൽ മെയിൻ. അപ്പോൾ നല്ല പഴുത്ത തക്കാളി അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ പണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കറിവേപ്പില ഞാൻ പൊട്ടിച്ച് നന്നായിട്ട് അതൊക്കെ കഴുകി കൊണ്ടുവന്നു. കറിവേപ്പില ഞാൻ പറയാറുണ്ടല്ലോ, ഇവിടെ മരം ഉണ്ടാവുകൊണ്ട് പിന്നെ അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ കറിവേപ്പിലയൊക്കെ കഴുകിയെടുത്തു. മോള് പതിവ് പോലെ തന്നെ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ ഇന്നിപ്പോൾ തക്കാളി ചോറായ കാരണം അത്രയും പണിയില്ല. നമുക്ക് ചോറും കറിയും മീൻ വറുത്തതും ഒന്നും ഉണ്ടാക്കണ അത്രയും പണിയില്ല. പിന്നെ എല്ലാവർക്കും അറിയാലോ വെള്ളമൊക്കെ എത്ര എടുക്കണം എന്നൊക്കെ. അപ്പോൾ അതേപോലെ ഞാൻ 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എടുത്തു. അതിൽ സ്പൈസസൊക്കെ ഇട്ടിട്ട് അത് ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ കഴുകി വെച്ച അരി എടുത്ത് അതിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ നമ്മൾ സ്പൈസസൊക്കെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ അരി കഴുകി ഇട്ടപ്പോഴാണ്, അരി കഴുകി വെച്ചതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് അരി അധികം വെന്ത് പശ പോലെ ആവുമോ എന്നൊക്കെയൊരു പേടിയുണ്ടായി. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നന്നായിട്ട് തന്നെ ചോറൊക്കെ വന്നു കേട്ടോ. അപ്പോൾ വെള്ളത്തിനേക്കാളും കുറച്ചും കൂടി ഇതായിട്ട് ഉപ്പിട്ട് വെച്ചു. അത് തിളച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഈ അരിയൊക്കെ ഇട്ടത്. പിന്നെ 3 സവാളയാണ് എടുത്തത്. അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് അത് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ വെളുത്തുള്ളി, ഈ പച്ചമുളക്, ഇഞ്ചിയൊന്നും ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തില്ല കേട്ടോ. കുനുകുനാന്ന് നുറുക്കി. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല. പിന്നെ നമ്മൾ ഏകദേശം ചോറ് 3/4 ഭാഗത്തോളം വെന്ത് വന്നു. പിന്നെ ഞാൻ മറ്റേ ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു ലേശം പെരിഞ്ജീരകം, പിന്നെ ഇത് നമ്മളുടെ കടലപ്പരിപ്പ്, പിന്നെ ഉഴുന്ന് ഒക്കെ ഇട്ടു. അതിൻ്റെ ശേഷമാണ് കടുകിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കടുകൊന്ന് ഇട്ട് നോക്കിയത് പൊട്ടുമെന്ന്. അപ്പോൾ പൊട്ടിയപ്പോൾ ഞാൻ കടുകും വറ്റൽമുളകും ഇട്ടിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും ഇട്ടു. അതൊന്ന് മൂത്ത് വന്നതിൻ്റെ ശേഷം മാത്രമാണ് ഞാനൊരു 5 പഴുത്ത തക്കാളിയാണ് എടുത്തത്. എന്താ വെച്ചാൽ ഇതിലേക്ക് തക്കാളിയാണല്ലോ അധികം ആവശ്യം. പിന്നെ തക്കാളിയുടെ പുളി നോക്കിയിട്ടാണ് അത് മുറിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് കയ്യിലാക്കി നോക്കി എത്രത്തോളം പുളി ഉണ്ടെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ തക്കാളി എടുത്തത്. അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ടിട്ടാണ് ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോറൊന്ന് നോക്കിയപ്പോൾ ഉപ്പില്ല എന്ന് തോന്നിയോണ്ട് മാത്രമാണ് തക്കാളി ഉള്ളി വഴറ്റിയതിൽ കുറച്ചും കൂടിയും ഉപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് അത് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഞാനൊരു 3/4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് ചെറിയൊരു സ്പൂണാണ്. അതുകൊണ്ട് പിന്നെ ഈ തക്കാളി ചോറിന് മഞ്ഞ കളറല്ലേ, അപ്പോൾ അത് വിചാരിച്ചിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മുന്നിട്ട് നിർത്തി. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടയാൻ വേണ്ടിയിട്ട്. പച്ചവെള്ളം ചേർക്കുമ്പോൾ കറിയുടെ അതുവരെ നമ്മൾ ഉണ്ടാക്കി വന്ന കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഞാൻ അതിനാണ് കുറച്ച് ചുക്കുവെള്ളം, ജീരകട്ട് തിളപ്പിച്ച വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇന്ന് ഞാനും മോളും മാത്രം തന്നെയാണ് ഭക്ഷണം കഴിക്കാനുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക്
ഉള്ളത് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞാൻ രാത്രിക്കും കൂടി ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇതാണ് നമ്മളുടെ തക്കാളി ചോറ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ഇല വാട്ടിക്കൊടുന്ന് അത് അതിൽ മൂടി വെച്ചു. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് തുറന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചത്തെ ലഞ്ച്. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു.